ഹലോ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 വീണ്ടും ഒരു തിങ്കളാഴ്ച ഫേസ് ചെയ്യാണ്. ഇന്നത്തെ മൺഡേ ടെസ്റ്റ് എങ്ങനെയാണ്? ഇതിനോടകം തന്നെ 1 കോടിക്ക് മുകളിലാണ് സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. 220 കോടിയോളം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നു. 300 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായും 300 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ദൃശ്യം USA-യിൽ റെക്കോർഡ് തൂക്കിയിരിക്കുന്നു. ഓൾ ടൈം ബെസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. സെക്കൻഡ് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. $1.275 മില്യൺ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എമ്പുരാൻ്റെ തൊട്ടു പിന്നാലെ ലോകയെ തീർത്ത് ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ മഞ്ഞുമൽ ബോയ്സും തുടരുമൊക്കെ വീണിരിക്കുകയാണ്. ഇനി എമ്പുരാൻ വീഴുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ വരുന്ന ആഴ്ചയോടെ തീർന്നിരിക്കുമെന്നുള്ളത് തന്നെയാണ്. 1.45 മില്യനാണ് ആ സിനിമയ്ക്ക് ലഭിച്ചതെങ്കിൽ ദൃശ്യത്തിന് 1.28 എത്തിയിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു മാർജിൻ മാത്രമാണ്. ഒരാഴ്ച കൂടി മതിയാവും ഈ ഒരു സിനിമയ്ക്ക് ആ റേഞ്ചിലേക്ക് എത്താനായിട്ടുള്ളത്. എന്തായാലും സെക്കൻഡ് സൺഡേയും മിന്നിച്ചിരുന്നു സിനിമ. 5 കോടിക്കടുത്താണ് സിനിമയുടെ കളക്ഷനായി വന്നത്. രണ്ടാം വാരം 15 കോടിയോളമാണ് 13.5 കോടിയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ദൃശ്യം അങ്ങനെ മിന്നിച്ചുകൊണ്ട് പോകുമ്പോൾ 220 കോടി എന്നുള്ള ഒരു ബ്രഹ്മാണ്ഡ ഭീകര കളക്ഷനിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. ഇന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 40,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്ന ഒരു ഇടിവുണ്ട്. ആ ഒരു റേഞ്ചിൽ തന്നെ മോർണിംഗ് സെഷൻ കാണാൻ കഴിയുന്നു. 1 കോടിക്കടുത്തുള്ള കളക്ഷനാണ് പ്രീസെയിലൂടെ വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഫൈനൽ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ട്രാക്കിങ്ങിലൂടെ മാത്രം 4,52,00,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത്. അതും 60% ഒക്യുപ്പൻസിയിൽ 2,76,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ. എന്തായാലും ഇതിനോടകം തന്നെ 43 ലക്ഷത്തോളം ജനങ്ങളാണ് ഈ സിനിമ കണ്ടത്. 23,000-ന് മുകളിലുള്ള കേരള ഷോകളും ഇതിനകത്തിൽ ട്രാക്ക് ചെയ്യപ്പെട്ടു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ വീണ്ടും കുതിച്ചു വരുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. മീഡിയാസ്.